ഒരാൾ സൂയിസൈഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇത് ചെയ്തത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞൂടെ? ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമുക്കൊക്കെ പറ്റൂലേ? നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ പറയും നമ്മളത് അറിഞ്ഞില്ലല്ലോ, അറിയുമായിരുന്നെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കി, അവർ ആരോടെങ്കിലും ഒരു സപ്പോർട്ട് അതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടാവില്ലേ? അതിപ്പോ ഞാൻ നാളെ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സൊല്യൂഷൻ വേണമെന്ന് ആരും പറയില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സോ ഇമോഷണൽ ഇംബാലൻസോ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിന് ഒരു സപ്പോർട്ട് ഫ്രണ്ട്സിൽ നിന്നോ അറിയുന്നവരിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അന്വേഷിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സൊല്യൂഷനോ കിട്ടാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ഡിസിഷനിലേക്ക് അവരെ പോയിട്ടുണ്ടാവുക. പലപ്പോഴും മരണമാണല്ലോ മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ മരണത്തിന് മുമ്പ് അവരെന്ത് ഇഷ്യൂവിൽ പെട്ടാലും അവരെ കുറ്റപ്പെടുത്തുക മാത്രമാണ് പലപ്പോഴും ആളുകൾ ചെയ്യുക. എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നവരും ധാരാളം ഉണ്ട്. അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയും അവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് സൊല്യൂഷൻ കൊടുക്കാമായിരുന്നു, അവരിത് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ മരണം മഹത്വവൽക്കരിക്കപ്പെടുന്നു, മനുഷ്യന്റെ പ്രവർത്തികളെയും മനുഷ്യനെയും ഒക്കെ. അപ്പൊ അതിനു മുമ്പ് അവര് ചെയ്യുന്നതൊക്കെ കുറ്റമായിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ, നമുക്ക് പറ്റുന്നത് പോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ സൂയിസൈഡ് ചെയ്ത ആളുകളോട് അറ്റ്ലീസ്റ്റ് ചെയ്യാതിരിക്കുക. എന്തിനത് ചെയ്തു, ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ? നമുക്കറിയില്ലല്ലോ അവരെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഒപ്പം അവരുടെ കൂടെ നിൽക്കാൻ കൂടി കഴിയുമായിരുന്നെങ്കിൽ